Hire Purchase and Leasing Limited. നമസ്കാരം. വാർത്താ ദിനം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടം ജയിലിലേക്ക്. പൊതുമുതൽ നശിപ്പിച്ചതിന് അറസ്റ്റിലായ രാഹുലിന് ജാമ്യമില്ല. ഈ മാസം 22 വരെ റിമാൻഡിൽ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ രാഹുലിന്റെ വാദം കോടതി തള്ളി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. വിവിധയിടങ്ങളിൽ സംഘർഷം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധത്തിലും ഗ്രൂപ്പ് കളിച്ച് എറണാകുളം ജില്ല. ഭരണകൂട ഭീകരതയെന്ന് കോൺഗ്രസ് നേതാക്കൾ. അറസ്റ്റ് സ്വാഭാവിക നടപടിയെന്ന് കമ്മീഷണർ. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം. പ്രതിഷേധങ്ങൾക്കിടെ തൊടുപുഴയിൽ ഗവർണർ പരിപാടിയിൽ പങ്കെടുത്തു. കരിങ്കൊടിയുമായി SFIയും DYFIയും. ഇടുക്കിയിൽ LDF ഹർത്താൽ പൂർണ്ണം. കലോത്സവ കപ്പ് കണ്ണൂരിൽ. ആവേശകരമായ സ്വീകരണമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ തയ്യാറെന്ന മാൽദ്വീപ്. ഇന്ത്യ സന്ദർശിക്കാൻ സന്നദ്ധത അറിയിച്ച മാൽദ്വീപ് പ്രസിഡന്റ്. അധിക്ഷേപ പരാമർശങ്ങൾക്ക് പിന്നാലെ ബഹിഷ്കരണവുമായി സോഷ്യൽ മീഡിയ. മലിയിലേക്കുള്ള യാത്രാ പാക്കേജുകൾ റദ്ദാക്കി ട്രാവൽ ഏജൻസികൾ. വിനയ് ഫോർട്ട് ചിത്രം ആട്ടത്തിന് മികച്ച പ്രതികരണം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രം പങ്കുവയ്ക്കുന്നത് വ്യത്യസ്ത പ്രമേയം. വാർത്തകൾ വിശദമായി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അക്രമക്കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. ആരോഗ്യ പ്രശ്നം